അല്ലെന്നേ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. പലരും വഴി ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും, ഫോട്ടോ എടുത്ത് കാണും. മനസ്സിലായില്ലേ? അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ടെന്താ? മുഖ്യമന്ത്രിയെ കാണാൻ അത്ര എളുപ്പമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എടുക്കാം ഫോട്ടോ. ഞാൻ ആര് വന്നു നിന്നാലും ഞാൻ നോ പറയാറില്ല. പേടിയുണ്ട് എനിക്ക്. പലരും വന്ന് എടുക്കുമ്പോൾ, പരിചയമില്ലാത്തവർ വന്ന് എടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ 3-4 പേര് വന്നിട്ട് ഇപ്പോൾ വന്ന് ഫോട്ടോ എടുത്തു. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ്. നമുക്ക് അറിവുള്ളവരല്ല. പക്ഷേ മുഖ്യമന്ത്രി എടുപ്പിക്കാറില്ലല്ലോ അങ്ങനെ. മുഖ്യമന്ത്രിയുടെ കൂടെ എടുക്കാമെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ എടുത്ത എന്താ കുഴപ്പം? മുഖ്യമന്ത്രിക്കും അതീവ സുരക്ഷയുള്ള ആളല്ലേ. ഈ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. KPCC മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടെന്ന ദീപ്തിയുടെ ഞാൻ അറിഞ്ഞത് ഇപ്പോൾ മേയറോട് സത്യപ്രതിജ്ഞ ചെയ്തെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, ഞാനെന്തിനാ മറുപടി പറയണത്? എനിക്കെതിരെ വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നാണ് ആരോപണം. ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം. ഞാനവിടെ ഇലക്ഷൻ ജയിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു. എനിക്ക് ചാർജാണ്. എനിക്കെതിരെയുള്ള ആരോപണം ഞാൻ അതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നാണ്. ഞാൻ പറഞ്ഞോട്ടെ ധൃതി എന്താണ്? എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ ഇടപെട്ടില്ല എന്നാണ്. ഞാൻ ഇടപെടാൻ പാടില്ല. ഞാനല്ല ഒരാളും ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത്. അത് അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥത? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതിനകത്ത് ഇടപെടാൻ പാടില്ല. ആരും ഇടപെടാൻ പാടില്ല. ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല. ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണമോ ഇഷ്ടക്കേടോ വെച്ചിട്ട് ആകാൻ പാടില്ല. അവിടെ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. അത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിമാരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. ഞങ്ങൾ കണ്ണൂർ പ്രഖ്യാപിച്ചില്ല. കോഴിക്കോട് എന്തെങ്കിലും പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ വോട്ടേഴ്സ് പേര് വന്നില്ല. തൃശ്ശൂർ പ്രഖ്യാപിച്ചില്ല. എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല മുൻകൂട്ടി. കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തുമാണ് പ്രഖ്യാപിച്ചത്. മനസ്സിലായില്ലേ? മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല. ആ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ KPCCയുടെ സർക്കുലറിൽ ഒരു പ്രൊസീജിയറുണ്ട്. അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലത്തും അത് ബാധകമാണ്. എനിക്ക് അത് ചുമതല എന്നത് പറവൂരാണ്. MLA എന്നുള്ള നിലയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് KP ധനപാലനും ഞാനും അവിടെ ആ ജില്ലയിൽ ആ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള DCC ഭാരവാഹികളും ഞങ്ങളെല്ലാവരും ഇരുന്നുകൊണ്ടാണ്. അതിലൊന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥി വന്ന സ്ഥലത്ത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ നിയോജകമണ്ഡലത്തിലടക്കം കേരളത്തിലെ എല്ലായിടത്തും അത് ചെയ്യുന്നത്. അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ഇവിടെ കോർപ്പറേഷനിൽ VD സതീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എൻ്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ഇന്നയാളാക്കണം എന്ന് എനിക്ക് പറയാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.